അടിപൊളിയായിരുന്നു, നല്ല സിനിമയായിരുന്നു, നല്ല സിനിമ. ഷാഹി മിക്കവാറും അടുത്ത വർഷത്തെ സ്റ്റേറ്റ് അവാർഡും കൂടെ ഷാഹി തന്നെ കൊണ്ടുപോകുന്നതാണ് എനിക്ക് പറയാനുള്ളത്. നല്ല സിനിമ. ത്രില്ലറല്ല, ഒരു റിയലിസ്റ്റിക് ഒരു എമോഷനാണ് കൂടുതൽ പ്രാധാന്യം. ഒരു പോലീസുകാരുടെ എമോഷൻ എന്ന് പറയുന്നതിനാണ് അതിനകത്ത് ഇമ്പോർട്ടൻസ്. അല്ല, സ്ഥിരം പോലീസ് സ്റ്റോറി അല്ല. ഷാഹിയുടെ ഓരോ പോലീസ് സ്റ്റോറിയും ഓരോ തരമാണ്, ഓരോ ഈ വൈവിധ്യമാർന്ന കഥകളാണ് ഷാഹിയുടെ എല്ലാം. ഇതിലും വേറൊരു ടൈപ്പ് സ്റ്റോറിയാണ്, പക്ഷേ പോലീസുകാരുടെ എമോഷൻ തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു സിനിമ കേട്ടോ. നല്ലൊരു ഇൻസിഡന്റ് ആയിട്ട് പടം തീർത്തിരിക്കുന്നത്. അവസാനത്തെ ഒരു സീനൊക്കെ പ്രോഡക്റ്റായിട്ട് പുള്ളിയുടെ ഒരു ശൈലി തന്നെ, ഷാഹിൻ കപൂറിന്റെ ഒരു ശൈലി തന്നെയാണ് പടം, കപൂറിന്റെ ഒരു ശൈലി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവസാനത്തെ സീൻ തകർത്തു. ഇലവിഴപ്പുഞ്ചിറ പോലെ തന്നെ നമുക്കൊരു അസ്വസ്ഥത, ഒരു ഫീലിങ്സ് ഉണ്ടാക്കുന്ന ഒരു സീനാണ് അവസാനം. കിട്ടിലും കേട്ടോ, നല്ല പടം. എല്ലാവരും രണ്ടുപേരാണ് മെയിൻ ചെയ്യുന്നത്. റോഷനും ദിലീഷ് പോത്തനുമാണ് മെയിൻ റോള്. അവരാണ് ആദ്യം മുതൽ അവസാനം വരെ പടം അന്യായം അടിപൊളി. അതാ പോലീസ് സ്റ്റോറിയാണ് ചെയ്തിരിക്കുന്നത്. പോലീസിന്റെ നമ്മളറിയാത്ത കുറെ കഥകൾ ഉള്ള കഥകളാണ് കാണിക്കുന്നത്. നല്ലപോലെ പടം തീർത്തുണ്ട്. അവസാനത്തെ ക്ലൈമാക്സ് അടിപൊളി. ആ പടം കൊണ്ടുപോയ രീതി എങ്ങനെയാണെന്ന് നമുക്കത് നിങ്ങൾക്കൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. നിങ്ങൾ കാണണം ആ മൂവി. ഷാഹി കപൂറിൻ്റെ 5ാമത്തെ ഒരു പടം, അത് ഗംഭീരമായിരിക്കുന്നത്. സ്ക്രിപ്റ്റായാലും എന്തായാലും വല്ലാത്തൊരു മൂഡിലാണ് ആ പടം കൊണ്ടുവന്നത്. ഓരോ നിമിഷങ്ങളിലും ഒരാൾക്കാർ ഗംഭീര മൂവി. ഇമോഷനാണ്, ഭയങ്കര ടച്ചിങ്ങാണ്, ഹാർഡായിട്ടുള്ള കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. നല്ല ഗംഭീരമാണ് ആ പടം. എല്ലാവരും പോയി കാണണം, എന്നാലും നിങ്ങൾ പടത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ഗംഭീരമാണ്, ഉഗ്ര സിനിമയാണ്. പോലീസ് ഫേസ് ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് ഇവൻറ്റ്സ് ആണ്. പോലീസിനെ ഇതുപോലെ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിലിം മേക്കർ, റൈറ്റർ, ഡയറക്ടർ ലോകത്തുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര ഉഗ്ര സിനിമയാണ്. നമുക്ക് കേരള പോലീസിനോട് ഭയങ്കര റെസ്പെക്റ്റ് തോന്നും ഈ സിനിമ കാണുമ്പോൾ. സൂപ്പറാണ്. ഷാഹി കപൂറിന്റെ ലാസ്റ്റ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ഞാനാണ്, ഇലവിഴപ്പുഞ്ചിറ. അപ്പോൾ എനിക്ക് ഷാഹി കപൂർ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഡയറക്ടറാണ് മലയാളത്തിൽ. ഒരു നായാട്ടിനപ്പുറത്തേക്ക് ഷാഹി കപൂറിന്റെ നെക്സ്റ്റ് വർക്ക് പൊളിപ്പടം. വൺ ഓഫ് ദ ബെസ്റ്റ് റിയൽ ലൈഫ് പോലീസ് സ്റ്റോറി എന്ന് പറയാൻ പറ്റും. തിയേറ്റർ വാച്ച് മൂവി തന്നെയാണ്. പോലീസുകാരുടെ ഇമോഷൻസ് ആണ് പടം പറഞ്ഞു പോകുന്നത്. നമ്മൾ പല സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും അവരുടെ പോലീസുകാരുടെ റിയൽ ലൈഫ്, അവരുടെ ജീവിതങ്ങൾ, അവരുടെ ഇമോഷൻസ് നമ്മൾ ഒരിക്കലും സ്ക്രീനിൽ അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. വളരെ റെയർ മൂവീസേ ഉള്ളൂ. റിയൽ ലൈഫായിട്ട് തന്നെയാണ് കാണിച്ചേക്കുന്നത്. നമ്മൾ പല കേസുകളിലും പോലീസുകാരെ എപ്പോഴും കുറ്റം പറയുമെങ്കിലും അവർക്ക് ഇമോഷൻസ് ഉണ്ട്, അവർക്ക് ലൈഫിലൊരു കുടുംബം ഉണ്ടെന്ന് പടം കറക്റ്റായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അത് കറക്റ്റായിട്ട് ദിലീഷ് പോത്തനും റോഷനും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പടത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഷാഹിർ കപൂറിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി തന്നെ പറയാം. ഇലവിഴപ്പുഞ്ചിറയ്ക്ക് ശേഷം പുള്ളി ചെയ്തേക്കുന്ന, എനിക്ക് ഡയറക്റ്റ് ചെയ്ത പടമാണ്. അങ്ങനെ നോക്കുമ്പോൾ തിയേറ്റർ വാച്ചുകളാണ്, ഫാമിലിക്കൊക്കെ മസ്റ്റായിട്ട് തന്നെ. ത്രില്ലർ പടങ്ങൾ ഇഷ്ടമുള്ളവർക്ക് തിയേറ്റർ തന്നെ വന്ന് കാണാൻ പറ്റിയ പടം തന്നെയാണ് റോന്ത്. നല്ല പടമാണ്, അടിപൊളി പടമാണ്, നല്ല ഹൃദയകാരി ഒരു സിനിമ. നമ്മൾ എപ്പോഴും പോലീസുകാരെയൊക്കെ വെറുക്കൊക്കെ ചെയ്യുമല്ലോ പല ആരെങ്കിലും, പക്ഷേ എന്തായാലും നല്ലൊരു സിനിമയാണ്. ഷാഹി കപൂർ, അതുപോലെ ദിലീഷ് ചേട്ടൻ, റോഷൻ, എല്ലാം എവറി ടീം ക്രൂ സൂപ്പർ, നല്ലതായിരുന്നു. കാണണം എല്ലാവരുടെയും സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. കണ്ടിരിക്കണം, കാരണം പോലീസുകാരുടെ ജീവിതവും നമ്മൾ അറിയണമല്ലോ. എന്നാലും നല്ല ഷാഹി ഖാന്റെ സിനിമ എപ്പോഴും അറിയാമല്ലോ, ജോസഫ് ഒക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അപ്പോൾ പിന്നെ ഇതും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ കണ്ടു നോക്കുക, അടിപൊളി പടമാണ്. പോലീസുമായിട്ട് അവർ ഷാഹി ഖാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ എന്താ പറയുക, പോലീസ് ജീവിതത്തിൽ ഷാഹി ഖാൻക്ക് പരിചയമുള്ള അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കാര്യം. സൂപ്പർ, നമുക്ക് ഒരിക്കലും മടുക്കില്ല. അടുത്ത ഓരോ സമയം എന്ത് നടക്കണമെന്നുള്ള ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. എല്ലാവരും കാണാൻ പറ്റും. അതുപോലെ നല്ല സൂപ്പർ പടമാണ്, നല്ല ഇമോഷണൽ ആയിട്ടുള്ള, നല്ല ഭയങ്കര. റോഷൻ ആണെങ്കിലും ദിലീഷ് ചേട്ടനാണെങ്കിലും ഷാഹി പൊളിച്ചു. ബാക്കി എല്ലാ ആക്ടേഴ്സും കുഞ്ഞി ക്യാരക്ടർ ചെയ്ത മൂവി. രണ്ടുപേരുടെ ആക്ടിങ്ങും സൂപ്പറാണ്. ബട്ട് ദിലീഷ് പോത്തിന് എൻ്റെ അമ്മ ഫട്ട ആക്ടിങ് ആയിരുന്നു. കൂടെ ഭയങ്കര സൂപ്പറായിരുന്നു ആ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നത്. ഒരു നൈറ്റ് പെട്രോളിംഗ് കഥ, ഒറ്റ രാത്രി നടക്കുന്ന കഥ, ആൻഡ് ക്ലൈമാക്സ് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു. സോ ഓവറോൾ ഭയങ്കര എൻഗേജിങ് ആണ്. സ്ലോ പേസ് ആണ്, പക്ഷെ ഭയങ്കര എൻഗേജിങ് ആണ്. നമുക്കൊരു സീനിൽ പോലും ബോറടിക്കാതെ കൊണ്ടുപോയി. ആൻഡ് ആ റൈറ്റർ, സ്ക്രീൻ പ്ലേ സൂപ്പറാണ്, ആൻഡ് ഡയറക്ഷൻ സൂപ്പറാണ്. റോഷനും പെർഫോമൻസ് സൂപ്പറാണ്, പക്ഷേ ദിലീഷ് പോത്തൻ്റെ പെർഫോമൻസ് എൻ്റെ അമ്മ സീനായിരുന്നു. ഭയങ്കര ക്യാരക്ടറിന് അടിപൊളിയായിരുന്നു. എന്തായാലും അടിപൊളി മൂവിയാണ്. എല്ലാം ഇമോഷണലി ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടി. നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അതിലൊരു ചെറിയൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. സോ ഹാപ്പി. ഷാഹിഖിൻ്റെ ഒരു രസമുള്ള പടമാണ്, പോലീസ് മൂവിയാണ്.
ഞാൻ ഓഫീസറിലുണ്ടായിരുന്നു. അപ്പോൾ ഓഫീസർ കുറച്ചും കൂടി കൊമേഴ്ഷ്യൽ പടമാണ്, ഇത് കുറച്ചും കൂടി റിയലിസ്റ്റിക്, ഷായിഖാൻ്റെ കുറേ റിലേറ്റബിൾ ആയിട്ടുള്ളൊരു മൂവിയാണ്. സോ അതുകൊണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് ശരിക്കും ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരു പടമാണ്. അപ്പോൾ നല്ല താങ്ക് യു സോ മച്ച്. ആരുമായിട്ട് സംസാരിച്ചില്ല, ഏറ്റവും പുറകിലായിരുന്നു. ഹാപ്പിയാണ്, ആൾക്കാരുടെ റെസ്പോൺസസ് ഒക്കെ അറിയാൻ വെയിറ്റിംഗ് ആണ്, അത്രയേ ഉള്ളൂ. ഇപ്പോഴത്തെ ഷോയിലെ റെസ്പോൺസിൽ നമ്മളെല്ലാവരും ഹാപ്പിയാണ്. പിന്നെ ഇന്നത്തെ ബാക്കി ഷോസും ഒക്കെ കഴിയട്ടെ, എപ്പോഴല്ലേ നമുക്ക് കാര്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ടായിരുന്നു, ടീമിലെ ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു, ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ്. ജനറൽ ഓഡിയൻസസ് കാണട്ടെ, കണ്ടിട്ട് പറയട്ടെ. എനിക്ക് പേഴ്സണലി ഷായി ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള വർക്കുകളിൽ ഒരെണ്ണമാണ് ഇത്. ഞാൻ ഭാഗമായിട്ടുള്ളൊരു സിനിമയിൽ അങ്ങനെ പറയുന്നതിൻ്റെ ഒരു ഓക്വേർഡ്നെസ് ഉണ്ട്. പക്ഷേ ഷായിക്ക് വേണ്ടിയിട്ടുള്ളതാണ് സന്തോഷം കൂടുതലും. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാ ഗ്രേറ്റ്. സിനിമ കുറച്ച് കൂടുതൽ ഇപ്പൊ പറയാൻ പറ്റില്ല, പക്ഷെ പോസ്റ്റർ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തതിന് താങ്ക് യു. അതിപ്പോ പറയാറായിട്ടില്ല. വെയിറ്റ് ആൻഡ് വാച്ച്, അല്ലാതെ ഞാനിപ്പോ എന്താ പറയാ. ലോക അതിപ്പോ ഒന്നും പറയാറായിട്ടില്ല. ജസ്റ്റ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് അനൗൺസ്മെന്റ്. താങ്ക് യു ഫോർ ദ ഗുഡ് വിഷസ്.